ശ്രുതി ഇന്നെന്താ ഉണ്ടാക്കാൻ പോന്നേ? നമ്മളിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാ. ഫ്രൈഡ് റൈസ്, ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും. ഓക്കേ. അപ്പോൾ പറഞ്ഞതുപോലെ ശ്രുതിയുടെ ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ കറിയുടെയും റെസിപ്പി കണ്ടാലോ. ആദ്യം തന്നെ അവളൊരു പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ചിക്കൻ കറിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പുതിനയില, മല്ലിയില, കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ ചിക്കൻ വേർതിരിച്ചെടുക്കാം കേട്ടോ ചെയ്തത്. ഫ്രൈ ചെയ്യാനായിട്ടുള്ളതും കറി വെക്കാനായിട്ടുള്ളതും. ഫ്രൈ ചെയ്യണേലും നമ്മൾ ഇപ്പോൾ അടിച്ചെടുത്ത പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ എല്ലാ പൊടികളും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് പുരട്ടി ഉപ്പും കൂടി നോക്കണം കേട്ടോ, ഉപ്പ് ഉണ്ടാന്നുള്ളത്. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. അതുപോലെ ചിക്കൻ കറിക്കുള്ളതിൽ നമ്മളെല്ലാ പേസ്റ്റും ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കറി വെക്കാൻ നേരത്ത് കുറച്ചും കൂടി ഇടും. എന്നിട്ട് അതും മാറ്റി വെക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത് ശ്രുതി? നമ്മൾ ക്യാരറ്റ്, ബീട്രൂട്ട് അല്ല ബീൻസ്, ഇച്ചിരി ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുള്ളത് ഫ്രൈഡ് റൈസിനും. പിന്നെ സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അത് കറിക്കും. അപ്പോൾ പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോയാലോ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കനാക്കി ഇട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള, അതുപോലെ ചതച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചേർത്തിട്ട് സോട്ട് ചെയ്യാം. അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് റൈസ് വേവിക്കാനായിട്ട്. അതിലിടാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഈ പട്ട, ഗ്രാമ്പു എല്ലാവരും. ഞാൻ പറഞ്ഞു അതൊക്കെ ബിരിയാണിയിലാണ് ഇടുന്നത്, ഫ്രൈഡ് റൈസിൽ അതൊന്നും ഇടില്ല എന്ന്. പിന്നെ നേരെ നമ്മൾ പച്ചക്കറി ഇട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് സോട്ട് ചെയ്ത് എടുക്കാണ്ടോ ചെയ്തത്. ഇതിലേക്ക് നമ്മൾ സോസുകളൊന്നും ചേർത്തിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് റൈസ് ഇട്ട് എടുക്കുകയാണ് ചെയ്തത്. ഒരു തട്ടിക്കൊട്ട് ഫ്രൈഡ് റൈസ് അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ സവാള വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്തിട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. അത് കഴിഞ്ഞിട്ട് തക്കാളി പേസ്റ്റ് ഒഴിക്കുകയാണ് ചെയ്തത്. ആ പൊടികളുടെ പച്ചമണം മാറിയിട്ട് പിന്നെ നേരെ ചിക്കൻ ഇട്ട് മൂടി വെച്ച് അത് വേവിച്ചെടുത്തിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 12 മണിക്ക് കുക്ക് ചെയ്യാൻ കയറിയതാണ്. 3 മണിയായി കഴിഞ്ഞിറങ്ങിയപ്പോൾ. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുള്ളൂ. വിശപ്പ് വന്നിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് വന്നതാണ്. പിന്നെ ശ്രുതിക്ക് തന്നെ അതൊക്കെ സെർവ് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് എന്നാൽ പിന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് സാലഡ് ഉണ്ടാക്കി പപ്പടവും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റൈസിൽ നമ്മൾ സോസൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ചിക്കൻ കറി ആണെങ്കിലും കാണാനൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, നല്ല അടിപൊളിയായിരുന്നു ചിക്കൻ കറിയൊക്കെ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ച് പകുതി എത്തിയപ്പോഴേക്കും ചിക്കൻ ഫ്രൈ വന്നായിരുന്നു. പിന്നെ അതും കൂട്ടി ഒരു പിടിയങ്ങ പിടിച്ചു.